എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്ന് മുതൽ കാണാൻ പോകുന്നത് ഒരു പുതിയ സീരീസ് ആണ്. ഈ സീരീസിന്റെ പേര് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ടൈറ്റിലല്ല. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഓൺലൈൻ പറയുകയാണെങ്കിൽ ഒരു എയറോപ്ലെയിനിൽ പോയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് പേര്, എന്നാൽ ആ പ്ലെയിൻ ക്രാഷ് ആയിട്ട് ഒരു ഐലൻഡിൽ വീണു. അതാണെങ്കിൽ റിമോട്ട് ഏരിയ പോലത്തെ ഒരു ഐലൻഡാണ്. അവിടെ നിന്ന് അവരെങ്ങനെ സർവൈവ് ചെയ്യുന്നു, സ്വന്തം ജീവൻ എങ്ങനെ രക്ഷിക്കുന്നു എന്ന് കാണിക്കുന്നതാണ്. മിസ്റ്ററി, ത്രില്ലർ, ഹൊറർ ഇതൊന്നും ഇല്ലാത്ത ഒരു ഐലൻഡ് സർവൈവ് മാത്രമായിട്ടുള്ള ഒരു സീരീസ്. ഈ ലോസ്റ്റ് കണ്ട് തീർന്നവർക്ക് അല്ലെങ്കിൽ ലോസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഈ ഒരു സീരീസ് ഒരു പുതിയ ഫീൽ ഉണ്ടാകും. കാരണം ചെറിയ ഒരു സാമ്യമുണ്ട് എന്ന് കരുതി ലോസ്റ്റ് കണക്കാകില്ല. അത് അവസാനം വരെ മിസ്റ്ററി കൊണ്ടുപോകും. ഇതിലങ്ങനെ മിസ്റ്ററി ഒന്നുമില്ല, സാധാരണ ഒരു ഐലൻഡ് സർവൈവൽ മാത്രമാണ്. അപ്പോൾ ആ രീതിയിൽ ഒന്ന് കാണുക. അപ്പോൾ ഇന്ന് മുതൽ കാണാൻ പോകുന്നത് ലോസ്റ്റ് നോട്ട് അറ്റ് ആൾ എന്നൊരു സീരീസ് ആണ്. ഇതിന്റെ കറക്റ്റ് നെയിം ഇങ്ങനെയല്ല. പിന്നെ ഈ സീരീസ് മാക്സിമം എന്റർടൈൻമെന്റ് ആക്കാൻ നോക്കാം. ആ -144p ലോസ്റ്റ് ഫീല് കിട്ടാൻ വേണ്ടി. അപ്പോൾ എപ്പിസോഡിന്റെ ആദ്യം തന്നെ കടല് വെള്ളത്തില് മരണത്തോട് മല്ലടിച്ച് അല്ലെങ്കിൽ വേണ്ട ബോധം കെട്ട് കിടക്കുന്ന ഒരാള്, അയാളോട് വേറൊരാള് വന്നിട്ട് നമ്മൾ സർവൈവ് ചെയ്തു, കാര്യം മനസ്സിലായില്ല, നമ്മൾ പ്ലെയിനിൽ വന്ന പ്ലെയിൻ അല്ല, നമ്മൾ വന്ന പ്ലെയിൻ ക്രാഷ് ലാൻഡ് ഈ ഐലൻഡിലേക്കാണ് വീണേ, അതിൽ നമ്മൾ സർവൈവ് ചെയ്തു. അവളാണ് എന്താണ് മുൻപ് നടന്നതെന്ന് കാണിക്കുന്നേ. ആ പറഞ്ഞ ആള് പെട്ടെന്ന് ഞെട്ടിയുണരുകയാണ്. എന്തൊരു സ്വപ്നം കണ്ട് അടുത്തുള്ള ആളുടെ ഫുഡ് അതും അയാളുടെ മേലേക്ക്. ഇവന്റെ പേരാണ് ഡാനി. അടുത്തുള്ള ആളോട് സോറി പറഞ്ഞിട്ട് ഞാൻ അറ്റൻഡറിനെ വിളിക്കാം എന്ന് പറഞ്ഞ് ഒരു സ്വിച്ചിൽ നീക്കി. അതുപോലെ തന്നെ അവിടെ ഒരുപാട് പേര് അവരുടെ ഓരോരോ കാര്യങ്ങൾ ചോദിക്കുന്നു. അവർക്ക് അവരെ എന്നല്ലാതെ പരസ്പരം ആരും അറിയില്ല. ആ കൂട്ടത്തിൽ ഓഫീസ് വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ, ഫ്രണ്ട്സ്, ഹസ്ബൻഡ്, വൈഫ്, കപ്പിൾസ്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. പാവം ഒരാൾ കപ്പലണ്ട് ചോദിച്ചു, നോ മൈൻഡ്, ബിസിയാണോ, വേണ്ട. ഇതേ സമയം ആദ്യം കാണിച്ച അതിന്റെ പേരെന്താണെന്നാൽ ഓവൻ അട നന്നായിട്ട് വലിക്കുവാണ്. അങ്ങനെ നിൽക്കുകയാണ്. പുറത്തുനിന്ന് ഒരാൾ വിളിക്കുന്നേ, വരാൻ എന്ന് വെപ്രാളത്തോടെ ചുണ്ടിലും പൊള്ളിച്ച് അത് ഫ്ലഷ് ചെയ്ത് പിന്നെ പുറത്തേക്ക് വരുന്നു. എന്താ സംഭവം? അവിടെ നിൽക്കുന്ന അറ്റൻഡർ എന്ന് തന്നെയാണോ വിളിക്കുന്നത്? ആ റോസ, പറയും എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ, സംഭവം ഡേവിഡ് ഫുഡ് കൊണ്ടുവരാനായിട്ട് അറ്റൻഡറിന് സ്വിച്ച് നീക്കിയിരുന്നല്ലോ, എന്നാൽ ഓൺ പോയില്ല, അതിന് വഴക്ക് പറയുവാണ്. ഓൺ അത് കേട്ട് നിൽക്കുവാണ്. നല്ല രീതിയിൽ കേട്ടിട്ട് ഡാനിന്റെ അടുത്ത് പോയിട്ട്, എന്തിനാ സ്വിച്ച് നീക്കിയേ? അതോ ഞാൻ എൻ്റെ അച്ഛനുമായിട്ട് ജോബ് ചെയ്യുമായിരുന്നു, എനിക്കൊരു പോലീസ് ആകണം എന്തൊക്കെ ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുവാണ്. അതിന് ഞാൻ എന്ത് വേണം എന്ന് പറയുമ്പോഴാണ് ആ പ്ലെയിൻ ഒന്ന് ഷേക്കായത്. കുഴപ്പമില്ലല്ലേ, പേടിക്കണ്ട, ഇത് സാധാരണമാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് ഫുള്ളായിട്ട് ഷേക്കായി ക്രാഷ് ആകാൻ വേണ്ടി പോവുകയാണ്. പിന്നെ അവിടെ ഒരു സംഭവം തന്നെയാണ് നടന്നത്. ഓക്സിജന് വേണ്ടി വെപ്രാളത്തോടെ എടുക്കുന്നു, ജീവൻ രക്ഷിക്കാൻ നോക്കുന്നു. എല്ലാവരും കൂട്ട നിലവിളി. അങ്ങനെ ആ പ്ലെയിൻ ക്രാഷ് ലാൻഡ് ആയി. അതിനുശേഷമാണ് ആദ്യം കാണിക്കുന്നത്. ഓൺ ഡേവിഡിനെ വിളിച്ചുണർത്തി ആ സിറ്റുവേഷൻ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചു. അവിടെ ഓരോരുത്തരുടെയും അവസ്ഥ അത്രയ്ക്ക് ദയനീയമായിട്ട് കാണുവാണ്. അങ്ങോട്ട് പാക്ക് എന്നൊരാൾ വരുന്നു. അതിന് കാര്യമൊക്കെ മനസ്സിലാക്കിയിട്ട് അപ്പോൾ നോക്ക് എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോഴാണ് അവിടെ ഒരുപാട് പേര് രക്ഷിക്കുന്ന ഒരുത്തനെ കാണുന്നത്. അത് കണ്ട് 3 പേരെ ഇംപ്രസ് ആയിപ്പോയി. ഇതാരടാ എന്ന് പറഞ്ഞ് നിൽക്കുന്നു. ആ 3 പേരെ കണ്ട് ആ ആള് വരുന്നു. ആളുടെ പേര് ലിമോയ, അങ്ങനെയാണ് പറയുന്നത്. ജാക്ക് എന്ന് പറയാം. ജാക്ക് വരുന്നത് കണ്ട് നീറ്റായിട്ട് നിന്ന് അവരോട് ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇല്ല എൻ്റെ ഫോണ്, ബാഗ് എന്ന് പറഞ്ഞ് പാക്ക് തുടങ്ങുമ്പോൾ അവൻ്റെ വാ അടപ്പിച്ചിട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്, നിന്റെ മൈൻഡ് ലോസ് ആകാതിരിക്കേ, എന്ത് തോന്നുന്നു? ഇപ്പോൾ നല്ല ഫീൽഡ് തോന്നുന്നുണ്ട്. നിങ്ങൾ ഡോക്ടറാണോ എന്ന് ചോദിക്കുമ്പോൾ, അല്ല സോൾജർ. ഓ, അവരോടും എല്ലാവരോടും കുഴപ്പമില്ലല്ലോ, എങ്കിൽ പറ്റുന്നവരെ രക്ഷിക്കാൻ നോക്കുക എന്ന് പറഞ്ഞ് പോവാണ്. എന്നാൽ 3 എണ്ണന്മാര് അവൻ ചെയ്ത കാര്യങ്ങളുണ്ട്. വാ ഓ എന്ന് പറഞ്ഞ സൗണ്ട്. അവളാണ് നമ്മൾ രക്ഷിക്കാം. അവിടെ കണ്ട 2 ഗേൾസിന്റെ അടുത്തേക്ക് പോയിട്ടല്ല, അങ്ങോട്ട് നോക്കിയിട്ട് ഞാൻ അവരെ രക്ഷിക്കാം എന്ന് പറഞ്ഞു പോയി. നമ്മളാരെ രക്ഷിക്കാം എന്ന് പറയുമ്പോഴാണ് ആ കപ്പലണ്ട് ചോദിച്ചാൽ വിളിക്കുന്നത്. അയാളുടെ പേര് സ്റ്റീവ് എന്നാണ്. അപ്പോഴേക്കും അവിടുത്തെ ഒരു ജാപ്പനീസ് ഗേളിനെ കണ്ട്, നീ അത് നോക്കിയോ, ഞാൻ ഇത് നോക്കാം എന്ന് പറഞ്ഞ് ആ ജാപ്പനീസ് ഗേളിനെ രക്ഷിക്കാനായിട്ട് ഡാനി പോകുന്നു. വേറെ വഴിയില്ലാത്തത് കൊണ്ട് തന്നെ പാക്കും പോകുന്നു. പാക്ക് ചെന്നിട്ട് എന്ത് പറ്റി? ഒന്നുമില്ല, പ്ലെയിൻ ക്രാഷ് ആയതാണ്, ഇത് എടുക്കുക എന്ന് പറയുമ്പോൾ ഓക്കെ എന്ന് പറഞ്ഞാൽ അത് എടുക്കാനായിട്ട് തോന്നി. പെട്ടെന്ന് നടക്കുക, നിനക്ക് സ്ട്രോങ് ഇല്ലേ, കാല് വെച്ച് പൊക്കെടുക, ഒന്ന് മിണ്ടായിരിക്കളവ, 10,000 ടണ്ണ് ഭാരമെങ്കിലും ഉണ്ട് എന്ന് പറയുകയാണ്. സ്റ്റീവ് അപ്പോൾ പാക്കിനോട്, നിന്നെ പോലെ ഒരുത്തുണ്ടായിരുന്നു, എൻ്റെ എക്സ് ഗേൾ ഫ്രണ്ട്, അവളുടെ ബോയ് ഫ്രണ്ട്, നിന്നെ പോലെ ഒരു യങ് ഫേസ്, താൻ എന്താടോ പറയുന്നത് എന്ന രീതിയിൽ പാക്ക്. അപ്പോഴാണ് അവൻ്റെ ആ കാണാതെ പോയ ബാഗ്, അതുകൊണ്ട് ബാഗ് എന്ന് പറഞ്ഞ് പൊക്കി എടുക്കുകയാണ്. ഇതേ സമയം ജാപ്പനീസുകൾ, അവളുടെ പേര് ജിസി എന്നാണ്, അവളെ രക്ഷിക്കാനായിട്ട് പോയല്ലോ, അവൾക്ക് കുഴപ്പമില്ല എന്ന് ചോദിക്കുമ്പോൾ, ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തിരിച്ചു പറയുന്നത്. ഇൻഹിലർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് ജാക്ക് എടുത്ത അതേ ടെക്നിക്ക്, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്, നിന്റെ മൈൻഡ് ലോസ് ആകാതിരിക്കുക, എന്ത് തോന്നുന്നു? ഇപ്പോൾ നല്ല ഫീൽ ചെയ്യുന്നുണ്ട്. ആര് ഡോക്ടർ? ഞാൻ പോലീസ്. അപ്പോഴേക്കും ജിസിയുടെ ബോയ് ഫ്രണ്ട് വന്ന്, നീ ആരടാ? ഓൻ പോയത് 2 ഗേൾസിന്റെ അടുത്തേക്കാണല്ലോ, അവര് സേഫ് അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് സംഭവം അവിടെ സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചിരുന്നു.
ആറി ഫ്ലർട്ടിങ് എന്തിന്? അവളുടെ ബോധം പയ്യെ പോകുന്നുണ്ട്. പോകലേ എന്ന് പറഞ്ഞ് നിൽക്കുന്നു. എന്നാൽ അവളുടെ ബോധം പോയി എഴുന്നേൽക്കാൻ പറഞ്ഞ് വിളിക്കുമ്പോഴാണ് അടുത്ത് കിടന്ന ആ പെണ്ണ് അവള് ഞെട്ടി ഉണർന്ന് വിളിക്കുവാണ്, നമ്മളെല്ലാവരും മരിച്ചു. അതിന് നമ്മൾ ആരും മരിച്ചില്ല, ബാക്ക് കൂടി ഒരുത്തൻ തീ പിടിച്ചു പോകുന്നുണ്ട്. അതിനുശേഷം 3 ദിവസം കഴിഞ്ഞാണ് കാണിക്കുന്നത്. അവരെ രക്ഷിക്കാൻ റെസ്ക്യൂ ടീം വരും എന്ന് വിചാരിച്ച് കാത്തിറങ്ങി തുടങ്ങിയിട്ട് 3 ദിവസമായി. എന്നാൽ ആരും തന്നെ വന്നില്ല. ബാക്ക് വന്നിട്ട് എന്റെ ഫോണിൽ ബാറ്ററി കുറവാണ്, നമ്മളെ രക്ഷിക്കാൻ ആരെങ്കിലും വരുമോ? ഡാനി ഇല്ല, കാരണം നമ്മളെ ആർക്കും വേണ്ട. അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി ഉണ്ടായിരുന്നെങ്കിൽ പ്രതീക്ഷിക്കാൻ വരുന്നു. നിങ്ങൾക്ക് ബ്രണ്ടൻ ഫാസ്റ്ററിനെ പറ്റിയാൽ അറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അതൊരു ടോപ്പ് പ്ലെയിൻ ക്രാഷ് സ്റ്റോറിയാണ് നമ്മുടെ കൺട്രിയിൽ. എന്നാൽ അവർക്ക് അത് മനസ്സിലാവാതിരിക്കുമ്പോൾ ബ്രണ്ടൻ ഫാസ്റ്റർ മമ്മി റിട്ടേൺസ്, അത് ഹൊറർ അല്ലേ? ഞാൻ പോലീസാണ്, ഞാൻ പറയുന്നത് കേൾക്ക്. ഈ ഐലൻഡിനെ റോൾ ചെയ്യാൻ ക്യാപ്പബിളായ 3 പേരുണ്ട്. അവരാണ് ഞാൻ കണ്ടുപിടിച്ചത്. ഒന്ന് നീ ഒരു അറ്റൻഡർ അല്ലേ, നിനക്ക് കഴിയും. അടുത്തത് എന്ന് പറയുമ്പോൾ ജാക്ക് വിളിച്ച് എല്ലാവരും അങ്ങോട്ട് പോകുന്നു. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ജാക്ക് എല്ലാവരോടായിട്ട് നമ്മളിവിടെ വന്നിട്ട് 3 ദിവസമായി, നമ്മളെ രക്ഷിക്കാൻ ആരും തന്നെ ഇതുവരെ വന്നിട്ടില്ല. അതിന് കാരണം നമ്മൾ എവിടെയാണെന്ന് അവർക്ക് അറിയില്ല. ഇനി ഒരു വഴിയില്ലെന്ന് ചോദിക്കുമ്പോൾ അത് നല്ല ക്വസ്റ്റ്യൻ ഉണ്ട്. പ്ലെയിനിൽ ഒരു എമർജൻസി ലൊക്കേഷൻ ട്രാൻസ്മിറ്റർ കാണും, അത് വെച്ച് അവരെ അറിയിച്ച് നമ്മൾക്ക് രക്ഷപ്പെടാം. അതാണ് ഞാനും പറയാൻ വന്നത് എന്ന് ഡാനി. അതിപ്പോൾ നമ്മൾ ഉള്ള പ്ലെയിനിന്റെ ആ ഭാഗത്തല്ല, ഓപ്പോസിറ്റ് സൈഡിലാണ്. അത് കണ്ടുപിടിക്കാൻ ഞാൻ നാളെ പോവാണ്. അപ്പോൾ തന്നെ ഡാനി എഴുതിട്ട് ഞാനും ഓവനും നിന്റെ കൂടെ വരും. ഞാന് എന്ന് പറഞ്ഞ് ഓവൻ നിൽക്കുമ്പോഴാണ് ആ 2 പെണ്ണുങ്ങൾ അവളെ നോക്കുന്നുണ്ട്. അതെ ഞാനും ഉണ്ട്. പിന്നെ പാക്കും ജെസ്സിയും വരും എന്ന് പറഞ്ഞ് സെറ്റായി. അങ്ങനെ നിൽക്കുകയാണ് ഒരമ്മച്ചി ഒരാൾ വന്നിട്ട് ഒരു വലിയ ജീവിനെ കൊണ്ടിടുന്നേ. ഇന്നത്തെ സ്പെഷ്യൽ ഡിന്നർ പന്നിയിറച്ചി. ഞാനും ഉണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾ ഡിന്നറാകും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിന്നർ ഉണ്ടാക്കും. ആരാ മനസ്സിലായില്ല. പിറ്റേന്ന് അവർ പോകാനായിട്ട് റെഡിയാകുകയാണ്. ഡാനിയോടായിട്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴാണ് മറ്റൊരു സൈഡിൽ ജെസ്സി. അവൾ പോകുന്നത് ഇഷ്ടപ്പെടാതെ ബോയ് ഫ്രണ്ട്, അവന്റെ പേര് ടോഡ് എന്നാണ്, ടോഡിനോട് കൂടെ വരാനായിട്ട് പറയുമ്പോൾ ഇല്ല, നമ്മൾ എല്ലാവരും പോയാൽ നമുക്ക് സ്റ്റേ ചെയ്യാൻ ഒരു ഷെൽട്ടർ വേണം, അതുണ്ടാക്കാൻ ആരും കാണില്ല. അത് കേട്ട് ജെസ്സി നമ്മൾ എന്താ ഇവിടെ സ്ഥിരം ആക്കാൻ പോവുകയാണോ? നമ്മൾ പോകുന്നതിന് ലൊക്കേഷൻ ആ ട്രാൻസ്മിറ്റർ കണ്ടുപിടിക്കാൻ. ടോഡാണെങ്കിലും നമ്മുടെ സേഫ്റ്റിയാണ് മസ്റ്റ്. അങ്ങനെ ഒരു വഴക്കിലേക്ക് മാറി. എന്താ അവിടെ പ്രശ്നം എന്ന രീതിയിൽ 2 അണ്ണന്മാര്. എന്നാൽ സ്റ്റീവ് ആണെങ്കിൽ പണ്ടര തേങ്ങ. അത് കഴിഞ്ഞ് ഓവനും ഡാനിയും ജെസ്സി ജാക്ക് പിന്നെ കാരൻ ആ പന്നിനെ കൊണ്ടുവന്ന്, പിന്നെ ഫ്ലോറൻസ് യമ്മ എന്നിവരാണ് പോകുന്നത്. പിന്നെ ജാക്കും ഉണ്ട്. എല്ലാവരും പ്ലെയിനിന്റെ മറ്റൊരു പാർട്ട് അത് തേടി പോവാണ്. നമ്മളെല്ലാവരും ഇവിടെ പെട്ടു എന്ന് യമ്മ ഫ്ലോറൻസിനോട് പറഞ്ഞു പോകുമ്പോൾ ഓവനും ഡാനിയും എന്താണെന്ന്, എന്നാൽ അവരെന്ത് ശരിക്കും വഴക്കുണ്ടാക്കി പോയത്. കാരനപ്പോൾ നമുക്ക് സർവൈവ് ചെയ്യാനുള്ള സപ്ലൈ അത് കുറവാണ്, കുറച്ചുകൂടി ആയാൽ ഫുഡിന് വേണ്ടി പരസ്പരം എല്ലാവരും തല്ലി മരിക്കുകയാണ് തുടങ്ങുക. അവളങ്ങോട്ട് പാക്ക് വരുന്നു. അവ എന്തോ പറയാൻ വന്നതും ജെസ്സി ദൂരെ നിന്ന് ജാക്ക് പ്ലെയിനിന്റെ മറ്റൊരു ഭാഗം കണ്ടുപിടിച്ചു വാ എന്ന് പറഞ്ഞ് അങ്ങോട്ടെല്ലാവരും പോയി. അവിടെ ചെല്ലുമ്പോഴാണ് ആ പ്ലെയിനിന്റെ ആ ഫ്രണ്ട് ഭാഗം അതൊരു മരത്തിന്റെ മുകളിലാണ്. ജാക്ക് അവരോട് എല്ലാവരും സ്പ്ലിറ്റ് ആയിട്ട് സെർച്ച് ചെയ്യും. ഒന്ന് ഓർക്കണം, ഇതാണ് ഐലൻഡിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവസാന ചാൻസ്. ഡാനാണെങ്കിൽ ഇതാണ് നമ്മുടെ ലീഡർ ആകാനുള്ള ചാൻസ് എന്ന് പറയാൻ വന്നതും ജാക്ക് എന്തോ പറഞ്ഞ് കോൺവെർസേഷൻ ഡയറക്റ്റ് കൺവേർട്ടാക്കി. എന്തൊരു സാധനം കണ്ടുപിടിച്ച് ഇത് തുറന്നാൽ ഇതിനുള്ളിലെ എയർ പ്രഷർ ഓട്ടോമാറ്റിക്കായിട്ട് റിലീസാകും, അതുകൊണ്ട് തന്നെ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് അത് തുറന്നു. എന്ന് ഏത് നേരത്താണോ എന്ന രീതിയിൽ അത് തെറിപ്പിച്ച് അവനെ മരത്തിലടിച്ച് തെറിപ്പിച്ച് വീഴ്ത്തി. എനിക്ക് കുഴപ്പമില്ല, എന്നാൽ പെട്ടെന്നാണ് മുകളിലെ പ്ലെയിൻ നേരെ വന്ന് ജാക്കിന്റെ മുകളിൽ കൂടെ വീണത്. അതുകൊണ്ട് എല്ലാവരും ഷോക്കായി പോയി. അവരുടെ മുന്നിൽ വെച്ച് ഒരാൾ മരിച്ചുപോയി. അതുകൊണ്ട് ഡാനി നമുക്കിപ്പോൾ ശരിയാക്കാം, അവനെടുക്കണം. അത് കേട്ട് ഓവൻ പറയുന്നത് അവന്റെ തല കാലിൽ പൊട്ടി ഇരിക്കുകയാണ്, നമുക്ക് രക്ഷിക്കാൻ കഴിയില്ല. ഈ ഡയലോഗായിട്ടാണ് എനിക്ക് ചിരി വരുന്നത്. അവരുടെ ലൊക്കേഷൻ ട്രാൻസ്മിറ്റർ അതും പോയി, അവരെ രക്ഷിക്കാൻ ആരുമില്ല, നമ്മളിവിടെ കിടന്ന് മരിക്കും എന്ന് പറഞ്ഞ് അവരെ വെപ്രാളപ്പെടുമ്പോഴാണ് ഡാനി ഇനിയാണ് ഇവിടെ എല്ലാവരും ഒരുമിക്കാൻ ഒരു നേതാവ് വേണ്ടത്, മനസ്സിലായോ? ഇല്ല, സത്യം പറയണം, അവർ നമ്മൾ പറയുന്നത് കേൾക്കാം, നമ്മളാണ് അവർക്ക് പ്രതീക്ഷ കൊടുക്കേണ്ടത് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവരോട് പറയുന്നത് പോലെ നമ്മൾക്ക് വേണ്ടി അവൻ ട്രൈ ചെയ്തു എന്ന് സക്സസ് ആയില്ല, എങ്കിലും നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമുക്ക് രക്ഷപ്പെടാം എന്ന കാര്യം അങ്ങനെയായിരുന്നില്ല. അവരെല്ലാവരും നമ്മളിവിടെ കിടന്ന് മരിക്കും എന്ന് പറഞ്ഞ കൂട്ടയടി. ഇപ്പം ഒരുമിപ്പിക്കാൻ പോയിട്ട് കൂട്ടയടിയായി എന്ന് മാത്രം. അവിടെ ഉള്ളവരൊക്കെ പരസ്പരം തല്ലി നിൽക്കുമ്പോഴാണ് ഡാനി ആദ്യം ഒരു സ്വിച്ച് അമർത്തിയല്ലോ. അപ്പോൾ റോസ വന്ന് വഴക്ക് പറഞ്ഞത് അതോർത്തിട്ട് അന്ന് പറഞ്ഞത് നമ്മളാണ് അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത്, നമ്മൾ വേണം എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്തു കൊടുക്കാൻ. അതോർത്തിട്ട് എല്ലാവരുടെ അടുത്തും എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് വിളിക്കുന്നു. എന്നാൽ അടി കൂടുന്നതിനിടയ്ക്ക് ആരും തന്നെ മൈൻഡില്ല. അപ്പൊ ഡാനിയോട് ഹെൽപ്പ് ചോദിക്കുമ്പോൾ ഒരു ഐഡിയ ഉണ്ട് എന്ന് പറഞ്ഞ് കിട്ടിയ കണ്ണ് അതെടുത്ത് സംഭവം അവർ തേടി പോകുന്നതിന് മുമ്പ് ഒരു പോലീസിന്റെ ബാഡ്ജ് കിട്ടിയിരുന്നു, അതിനെ പറഞ്ഞില്ല, അതിന്റെ കൂടെ കിട്ടിയതാണ്. ആ ബാഡ്ജ് അവനൊരു പോലീസാണ് എന്നതിന് വേണ്ടി യൂസും ചെയ്ത് അത് വെച്ച് ഷൂട്ട് ചെയ്തത്. എല്ലാവരും അപ്പോൾ തന്നെ സ്റ്റണ്ണായി.
ഓവൻ പിന്നെ പറയാൻ തുടങ്ങി, ഞാൻ പൈലറ്റ് അല്ല, ഒരു പ്ലെയിൻ അറ്റൻഡറാണ്. എന്നാൽ ഡാനിയബിൾ, എൻ്റെ കയ്യിലൊരു ഗണ്ണുമുണ്ട്. എല്ലാവരും ഇപ്പോൾ പേടിച്ചിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾ എന്താണ് ചിന്തിക്കാതെ? നമ്മളെല്ലാവരും ഇത്രയും ഡേഞ്ചറായ ആ പ്ലെയിൻ ക്രാഷിൽ സർവൈവ് ചെയ്തു. ഒരുപാട് പേര് മരിച്ചു, എന്നാൽ നമ്മൾ അതിജീവിച്ചു. അതിൽ നമുക്ക് കഴിഞ്ഞെങ്കിൽ ഇനിയും മുന്നോട്ട് പറ്റും. അതുപോലെ തന്നെ ഇവിടുന്ന് രക്ഷപ്പെടാനും പറ്റും എന്ന കുറച്ച് മോട്ടിവേഷൻ കൊടുത്തപ്പോൾ അവർക്കൊരു വിശ്വാസം വന്നു. അതുപോലെ തന്നെ പാക്കിൻ്റെ കയ്യിൽ മൊബൈൽ ഫോണ് എല്ലാവരും കളക്ട് ചെയ്ത് കൊടുക്കുക. അവന് ഫോണിന് എന്തോ അറിയാം. പാക്ക് അതിന് ഇത് 21th സെഞ്ചുറിയാണ് ബ്രോ. അതുപോലെ തന്നെ യമയെ ചൂണ്ടിക്കാണിച്ചിട്ട് അവളൊരു ഡോക്ടറാണ്. കാരൻ, നമുക്ക് ഫുഡ്, നമുക്ക് അതിന് സർവൈവ് ചെയ്യാൻ കഴിയും എന്നൊക്കെ പറഞ്ഞു. ഒരുപാട് പറയുമ്പോഴാണ് ചെറ്റ് എന്നൊരാൾ വന്നിട്ട്, ഗായ്സ് നമുക്ക് ഡ്രിങ്ക്സ് അടിച്ചല്ലോ, സാധനം കിട്ടി. പിന്നല്ല എന്ന് പറഞ്ഞ് അവർ മുൻപ് കൂട്ടടിയായിരുന്നെങ്കിൽ ഇപ്പൊ കൂട്ട വെള്ളം അടി. കാരണം പ്രതീക്ഷ വന്നു, ഓവന് ഒരു സമാധാനം. അങ്ങനെ ആ ദിവസം ഒരു കൂത്താട്ടം തന്നെ നടന്ന് കടന്നുപോയി. അവരുടെ ഓരോരോ കോമഡികള്. എന്നാൽ അന്ന് അങ്ങനെ കടന്നു പോയെങ്കിലും പിറ്റേന്ന് അങ്ങനെയായിരുന്നില്ല. അവിടെ മുഴുവൻ വേസ്റ്റ് നിറഞ്ഞു, വാള് വെച്ച് നാറ്റുപോയി. അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറി. അത് കഴിഞ്ഞ് പാക്ക് ഒരു സ്ഥലത്തേക്ക് പോന്നു. അവിടെ ചെന്നിട്ട് പേടിപ്പിക്കുന്ന സ്വപ്നം കാണാൻ പറ്റിയ സ്ഥലം തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ റേഞ്ച് ഉണ്ടോ നോക്കുവാണ്. ഫോണൊക്കെ എടുത്ത് ഓരോ ഫോണും എടുത്ത് നോക്കും. ഇല്ല. അങ്ങനെ അവസാനം ഒരു വയർലെസ് ഫോണാണെന്ന് തോന്നുന്നു, അത് കിട്ടി. അവളാണ് അവന് മൂത്രം ഒഴിച്ചോളാൻ വയ്യ, ഇംഗ്ലീഷ് യൂറിൻ പാസ് ചെയ്തോളാൻ വയ്യ. അങ്ങനെ നിൽക്കുമ്പോഴാണ് ആ സൗണ്ട് കേൾക്കുന്നത്. ക്ലിങ്, റേഞ്ച് കിട്ടി, എനിക്ക് കിട്ടി, ആരോടാ പറയുക? അപ്പോൾ തന്നെ പോവുകയും ചെയ്തു. പിന്നെയും കിട്ടി. ആരെങ്കിലും വരണേ എന്ന് പറഞ്ഞ് വിളിച്ചു പോയി. ഇതേ സമയത്ത് ഡാനി കണ്ണു തുറന്നു നോക്കുമ്പോൾ കിട്ടിയ ഫ്രണ്ട് കൂർക്കം വലിച്ചു ഇറങ്ങുന്നു. ഉറങ്ങട്ടെ, സൗണ്ട് ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നടന്നതും അവിടെ ഒരു ഡെഡ് ബോഡി. പിന്നെ അങ്ങോട്ട് ഒരു വിളി തന്നെ. ഉറയെ കിടന്ന ഓവൻ പോലും കാര്യം എന്താണെന്നറിയാതെ വിളിക്കുന്നത്. അപ്പോഴാണ് അവിടെ മുഴുവനും ഡെഡ് ബോഡീസ് കൊണ്ട് നിറഞ്ഞു. സംഭവം പ്ലെയിൻ ക്രാഷ് ആയിട്ട് ഒരുപാട് പേര് കടലിലൊക്കെ വീണായിരുന്നു. അങ്ങനെ കയറി വന്നവരാണ്. അതിനുശേഷം മീറ്റിംഗ്, കാരൻ, ഫ്ലോറൻസ്, യമ ഇവരെ വിളിച്ചു വരുത്തി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുകയാണ്. എന്തെങ്കിലും കുഴിവെട്ടിയിട്ട് അടച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ യമ അതിന് വേണ്ട, ഇവരെ കത്തിക്കാം, ഇല്ലെങ്കിൽ ബാഡ് സ്മെന്റ് വരും. ഫ്ലോറൻസ് ശരിയാണ്, യമ ഒരു ഫുഡ് ഡോക്ടറാണ്. അവൾ ഓവൻ, ഞാൻ വിചാരിച്ച ഒരു റിയൽ ഡോക്ടറാണെന്ന്. അത് റിയൽ ഡോക്ടറാണ്. അപ്പോൾ ഫുഡ് ഡോക്ടർ, അതെ ഫുഡ് ഡോക്ടറാണ്, റിയൽ ഡോക്ടറാണ് എന്ന് പറഞ്ഞ കോൺവെർസേഷൻ അങ്ങനെ വേറെ രീതിയിൽ പോവാണ്. എന്നാ വാ കത്തിക്കാം എന്ന് കാരൻ പറയുമ്പോഴാണ് ഫ്ലോറൻസ്, ഇല്ല, ആദ്യം ഇവർക്ക് മറ്റേ ഫേണറൽ സെറമണി അതൊന്നും നടത്തണം. കാരണം ഇവർ മനുഷ്യരാണ്, അവർക്കും ആഗ്രഹമില്ലേ എന്തോന്ന്, അത് തന്നെ ചെയ്യാം എന്ന് തീരുമാനിച്ചു. എന്നാൽ ഇനിയും ഡെഡ് ബോഡീസ് ഉണ്ട്, അത് പല ഭാഗത്താണുള്ളത്, അത് എടുക്കണം. ഡാനിയുടെ ആ പ്ലെയിനിന്റെ ഉള്ളിൽ കുറച്ച് ഡെഡ് ബോഡീസ് ഉണ്ട്, വേണ്ടപ്പെട്ടവരാരെന്ന് കണ്ടെത്തി അത് ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് പറയുകയാണ്. അത് കേട്ട്, എന്ത് ഞാനാ, നീ പോലീസല്ലേ? അതെ എന്ന രീതിയിൽ ഡാനി ഓവനിനോട്, എനിക്ക് പറ്റില്ല, ബാഡ് ഡ്രീംസ് ഒക്കെ കാണും എന്ന് പറയുമ്പോൾ, എന്നാൽ നീ പോലീസല്ലെന്ന് അവരോട് പറ. അത് പറ്റില്ല, കാരണം ആദ്യമായിട്ടാണ് എല്ലാവരും എന്നെ റെസ്പെക്ട് ചെയ്യുന്നത്, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞു ഓവൻ പോയി. ജെസ്സി ടോഡിനോട് ബോഡീസ് കത്തിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അത് കേട്ട് ഹാപ്പി. കാരണം ഒരു ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് കഴുകാൻ വയ്യ, ഇതിപ്പോൾ ഒരുപാട് കിട്ടുമല്ലോ എന്ന് പറയുമ്പോൾ അത് കേട്ട് ജെസ്സിക്കും തിരിച്ചു വന്ന, അവരും മരിച്ചുപോയി, അവരൊരു മനുഷ്യരാണ്, നിനക്ക് റെസ്പെക്റ്റ് പോലും ഇല്ലേ? സോറി, ഞാൻ അത് മറന്നുപോയി, ഇനിയും ബോഡീസ് ഉണ്ട്, അത് എടുക്കാൻ പോകാനായിട്ട് പറയുമ്പോൾ എനിക്ക് പറ്റില്ല, എൻ്റെ ബേബിയെ വിട്ട് വരാൻ വഴിയില്ല. സ്റ്റീവനെ നോക്കി പറയുമ്പോൾ, എന്ത് ബേബിയാ? അത് കഴിഞ്ഞ് ഓവൻ, ഫ്ലോറൻസ്, അയ്യമ്മ ബോഡി എടുക്കുവാണ്. അപ്പോഴാണ് പാക്കിൻ്റെ വിളി. ഓടിച്ചെന്ന് കാര്യം ചോദിക്കുന്നു. ഇത് സാറ്റലൈറ്റ് ഫോണാണ്, കുറച്ച് ചാർജേ ഉള്ളൂ, എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഗൈസ് നമുക്ക് കാർഡ് ചെയ്യാം പോരെ, ആരെങ്കിലും വിളിച്ച് റെസ്ക്യൂവിനെ വിടാനായിട്ട് നിനക്ക് പറഞ്ഞൂടെ എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് എൻ്റെ ഫോണിലെ നമ്പർ നോക്കിയാലേ അറിയാവുള്ളൂ, അല്ലെങ്കിൽ ഓഫീസിലേക്ക് വിളിക്കണം, എന്നാൽ ഇന്ന് ശനിയാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ അവർ എടുക്കില്ല, തിങ്കളാഴ്ച ഇതിന് പറ്റുള്ളൂ, ഈ ചാർജ് കുറച്ചേ ഉള്ളൂ എന്ന് പറയുകയാണ്. എന്നാൽ ഓവനാണെങ്കിൽ നിന്റെ പാൻ്റ് അവിടെ, അത് വിട്, നിങ്ങൾക്ക് അറിയാമെന്നത് പറയുമ്പോൾ ഓവനാണെങ്കിൽ ഞാൻ പാസ്. എന്ത് പാസ്സാ? ഫ്ലോറൻസിനോട് ചോദിക്കുമ്പോൾ അവരുടെ പാരൻസ് ഫോണിനെ വിശ്വസിക്കില്ല. വിശ്വാസം. അപ്പോഴാണ് ബൂമർ, അതെ അവൻ്റെ നമ്പർ പറ എന്ന് പറയുമ്പോൾ അവൻ ഡ്രഗ് അഡിക്റ്റ് ആണ്, അവന് ബോധം കാണില്ല എന്ന് യമ, ഇല്ല അവന് ബോധമുണ്ട് എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും വഴക്കായി. ഗൈസ്, ഈ ചാർജ് ഇപ്പോൾ തീരും. ഓനോട് ചോദിക്കുമ്പോൾ പാസ്, ഇത് തീർന്നില്ലേ? യമ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് വിളിക്കാമെന്ന് പറഞ്ഞ് അത് കണക്ട് ചെയ്യുന്നു. ലാംഗ്വേജ് സെറ്റ് ചെയ്യണം, ഇംഗ്ലീഷിന് വേണ്ടി എന്ന് പറയുമ്പോൾ ഓൺ ഒന്ന് അവനെനിക്ക് അത് സ്പാനിഷ് ആയിരുന്നു, ഇംഗ്ലീഷ് അല്ലേ, സാധാരണ ഇംഗ്ലീഷ് അല്ല ആദ്യം വരുന്നത് എന്ന് പറഞ്ഞ് പിന്നുപടി. ഫ്ലോറൻസിക്ക് സ്പാനിഷ് അറിയാവുന്നത് കൊണ്ട് എന്നെ രക്ഷപ്പെട്ടു, ഓപ്പറേറ്ററുമായിട്ട് കണക്റ്റ് ആക്കി. എന്നാൽ ഫസ്റ്റ് സ്പാനിഷ് അവൾ അമേരിക്കയിലല്ലേ എന്ന് ഓൺ അറിയാതെ ചോദിച്ചു. അത് ശരിയാണല്ലോ എന്ന് ഫ്ലോറൻസ് സ്റ്റീവനോടും ടോഡിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുകയാണ്. അവർ ഈ ഐലൻഡിൽ പെട്ട് പുറത്തു പോകാൻ പറ്റുമോ എന്ന് പോലും അറിയില്ല, അവൾക്ക് നീ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അത് ശരിയാണ്, അതുകൊണ്ടാണ് നീ അവളെ നോക്കണ്ടേ എന്ന് സ്റ്റീവ്. അത് കേട്ട് ശരിയാണ്, ഞാൻ കൂടെ പോകാം. ടോഡിന് വേണ്ട പിന്നെ സാധനങ്ങൾ എടുക്കുന്ന. അവൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവളുടെ പേര് ജെസ്സിയാണ്.
ചില സമയത്ത് അവളെ എനിക്ക് ഇഷ്ടമല്ല. എൻ്റെ മക്കളെ അവർ ഗ്യാരേജിലിട്ട് പൂട്ടും, എങ്കിലും എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്. അത് കേട്ട് സ്റ്റീവിന് സങ്കടം, ഇത്ര ക്രൂവലാണോ എന്ന രീതിയിൽ. അവനോട് കുഴപ്പമില്ല, എൻ്റെ എന്ത് സാധനം വേണമെങ്കിലും നിനക്ക് തരാം എന്ന് പറഞ്ഞ് സാരമില്ല എന്ന രീതിയിൽ തൊടയെ പിടിക്കുകയാണ്. എന്നാൽ ടോഡ് ആ തൊടലത്ര പന്തികേടല്ല എന്ന രീതിയിൽ വിചാരിച്ചു. എമ്മ സാധാരണ ഒരു ഫുഡ് ഹോസ്പിറ്റലിലാണ് എന്ന് ഫ്ലോറൻസയ്ക്ക് അറിയാം. അവർ 10 വർഷമായിട്ട് ഫ്രണ്ട്സാണ്, അതും ബെസ്റ്റ് ഫ്രണ്ട്സ്. അവളോട് ഈ സാൻ ഫ്രാൻസിസ്കോയിലുള്ള ഏതൊരു വലിയ ഹോസ്പിറ്റൽ എന്നാണ് പറഞ്ഞത്. എന്നിപ്പോൾ സ്പാനിഷ് വേറെ രാജ്യത്താണ് ഹോസ്പിറ്റലിൽ പോകുന്നത് എന്ന് പറഞ്ഞില്ല, അതിനായിട്ട് വഴക്കായി. ആ വാശിക്ക് എന്നെ ബൂമറിനെ വിളിക്കാം എന്ന് തീരുമാനിച്ച്. എനിക്ക് ഉറപ്പില്ല എന്ന് എമ്മ പറയുമ്പോൾ എൻ്റെ ലൈഫ് കൊടുത്താണ് എന്നെ ട്രസ്റ്റ് ചെയ്യുന്നത്, ഓക്കെ എന്ന് പറഞ്ഞ് വിളിച്ച്. ഫോണും കണക്റ്റായി. ഹലോ വയ്ക്കുമ്പോൾ ഹാപ്പി ആയിട്ട് രണ്ടുപേരും കൂടെ ചാട്ടം. അപ്പോൾ പാക്കാണ്. പെട്ടെന്ന് തന്നെ പറയണം, നമ്മൾ വന്ന പ്ലെയിൻ അത് ക്രാഷ് ലാൻഡ് ആയി ഒരു ഐലൻഡിലാണ് വീണിരിക്കുന്നത്, പെട്ടെന്ന് റെസ്ക്യൂവിന് വിളിക്കണം. അവളാണ് അയ്യേ പറ്റിച്ചേ, ഇത് വോയിസ് മെയിൽ പ്രാങ്കാണ്, എന്നെ ഒന്നുകൂടെ കണക്ട് ചെയ്യാം എന്ന് പറഞ്ഞ കൊലച്ചിരി. ഇപ്പോൾ തന്നെ കണക്ട് ചെയ്യാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഹലോ ഇതാരാണ്? പാക്ക് പിന്നെയും അത് തന്നെ പറയുന്നത്, മണ്ട ഇത് പിന്നെ വോയിസ് മെയിലാണ്, വല്ലതും പറയാനുണ്ടെങ്കിൽ വോയിസ് മെയിൽ അയക്കാൻ പറഞ്ഞാൽ അത് കട്ടായി, വോയിസ് മെയിലാണെങ്കിൽ ഫുള്ള്. അതുകൊണ്ട് തന്നെ അതൊന്നും നടന്നില്ല, അടപടലം. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് എപ്പിസോഡ്? അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ ബൈ.